തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും തിരിച്ചും എപ്പോഴും യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മണിക്കൂറുകളുടെ യാത്രാ ക്ഷീണത്തിന് ഇനി വിട പറയാം. ദക്ഷിണേന്ത്യയുടെ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നു. ഇതൊരു സാധാരണ ട്രെയിൻ വാർത്തയല്ല, മറിച്ച് നമ്മുടെ സമയത്തിനും പണത്തിനും ഒരുപോലെ വില നൽകുന്ന ഒരു മാറ്റമാണ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് വിശദമായി നോക്കാം. നിലവിൽ 11 മണിക്കൂറിലധികം എടുക്കുന്ന എറണാകുളം ബാംഗ്ലൂരു ട്രെയിൻ യാത്ര വെറും 9 മണിക്കൂറായി കുറയും. അതായത് ഓരോ യാത്രയിലും 2 മണിക്കൂറിലധികം ലാഭം. IT പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. സമയം പണമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ അർത്ഥത്തിൽ ഇതൊരു വലിയ സാമ്പത്തിക നേട്ടം തന്നെയാണ്. വേഗതയേറിയതും സുരക്ഷിതവും കൂടുതൽ സൗകര്യപ്രദമായ യാത്രയാണ് വന്ദേ ഭാരത് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി റൂട്ടും സ്റ്റോപ്പുകളും എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രെയിൻ നമ്പർ 26651/26652 എറണാകുളം KSR ബാംഗ്ലൂരു എറണാകുളം വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂർ പാലക്കാട് വഴിയാണ്. യാത്രക്കിടയിൽ 7 പ്രധാന സ്റ്റോപ്പുകൾ ഉണ്ടാവും. അവ ഇവയാണ്: തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന വാണിജ്യ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് സാമ്പത്തികമായി വലിയ ഉണർവ് നൽകാൻ സാധ്യതയുണ്ട്. യാത്രക്കാർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന സമയക്രമം ഇങ്ങനെയാണ്: ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ബാംഗ്ലൂരുവിൽ നിന്ന് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. ഒരു ഫുൾ ഡേ ജോലി നഷ്ടപ്പെടാതെ നാട്ടിലെത്താം. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബാംഗ്ലൂരുവിലെത്തും. രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം സുഖമായി ബാംഗ്ലൂരുവിലേക്ക് മടങ്ങും. ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെ? ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. നിങ്ങൾക്ക് IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറുകളിൽ നിന്ന് നേരിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഈ പുതിയ വന്ദേ ഭാരത് സർവീസ് വെറും ഒരു യാത്രാ സൗകര്യമല്ല, ഇത് സമയം ലാഭിക്കുന്നു, ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നു, കേരളവും കർണാടകയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നു, കൂടാതെ സുഖപ്രദമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നു. ഈ പുതിയ സർവീസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.